ഹലോ നമസ്കാരം. എല്ലാവർക്കും സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈമിലേക്ക് സ്വാഗതം. കർണൻ എന്ന നോവലിൻ്റെ 9ാമത്തെ അധ്യായത്തിലേക്ക്. അമ്മേ, രേഷ്മയുമായുള്ള എൻ്റെ കല്യാണം നടക്കത്തില്ല. ശക്തി അലറുകയായിരുന്നു ജാനകി. അവരുടെ നെഞ്ചിടം വളരെ വേഗം ഉയർന്നു താണു. അധ്യായം 19. ശക്തിധരൻ അമ്മയും പെങ്ങളെയും രൂക്ഷമായി നോക്കി. അവൻ്റെ അമർത്തിയ പല്ലുകൾക്കിടയിൽ നിന്നും വാക്കുകൾ പുറത്തുചാടി. പലവട്ടം ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛനെ കൊന്നത് ആരാണെന്ന്. അപ്പോഴൊക്കെ അമ്മ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അതിൻ്റെ കാരണം ഇന്നാണ് എനിക്ക് മനസ്സിലായത്. അമ്മായിക്കറിയാമായിരുന്നു കൂട്ടുകാരുടെ ഭർത്താവാണ് അച്ഛനെ കൊന്നതെന്ന്. അല്ലേ മോനെ ശക്തി? പതറിയ ഒച്ചയിൽ ജാനകി എന്തോ പറയാനാഞ്ഞു. വേണ്ട, അവൻ കൈകൾ ഉയർത്തി. കള്ളങ്ങൾ കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ. അവൻ വെട്ടിത്തിരിഞ്ഞു. നിൽക്കുമോനെ, ഞാനൊന്ന് പറയട്ടെ. ജാനകി മുന്നോട്ടാഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞില്ലേ? അമ്മയുടെ നാവിൽ നിന്നും ഒരു മറുപടി കേൾക്കാനല്ല ഞാൻ വന്നത്. മുഖത്തു നോക്കി ഞാൻ ഈ സത്യം ചോദിക്കുമ്പോൾ അമ്മയിലുണ്ടാകുന്ന ഭാവമാറ്റം എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ശക്തിധരൻ മുണ്ടുമടക്കി കുത്തി കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് പാഞ്ഞു. അതിനിടെ ഇത്രയും കൂടി പറഞ്ഞു, കർണനെ എനിക്ക് കാണണം. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓൻ എൻ്റെ പെങ്ങളെ എനിക്ക് തരാൻ തീരുമാനിച്ചെന്ന് ആ മുഖത്ത് നോക്കി ചോദിക്കണം. അതോടെ തീർന്നു ഞാനും കർണനുമായിട്ടുള്ള ബന്ധം. പിന്നെ ഓൻ എൻ്റെ മാത്രം ശത്രുവാ. മോനെ, നീ ഒന്ന് നിന്നേ. ജാനകി പിന്നാലെ ചെന്നു. പക്ഷെ ശക്തി നിന്നില്ല, തിരിഞ്ഞു നോക്കിയില്ല. റോഡിലിറങ്ങി അതിവേഗം അവൻ ഇരുളിൽ മറഞ്ഞു. എൻ്റെ ഭഗവതി! നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ജാനകി ആശാരിക്കാവിലേക്ക് നോക്കി. അവിടുത്തെ വിളക്കുകൾ എപ്പോഴോ അണഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തളർച്ചയോടെ ജാനകി പിന്തിരിഞ്ഞപ്പോൾ മുന്നിൽ ഹൃദ്യ. അവള് അമ്മയെ സൂക്ഷിച്ചു നോക്കി. ഏട്ടൻ പറഞ്ഞത് സത്യമാണോ അമ്മേ? എല്ലാം അറിയാവുന്നത് കൊണ്ടാണോ മാധവി അമ്മയും കർണേട്ടനും മറ്റും നമ്മളോട് ഇത്ര സ്നേഹത്തിൽ പെരുമാറിയത്? ജാനകി മിണ്ടിയില്ല. ഹൃദ്യ കർണനെക്കുറിച്ച് ഓർത്തു. അവനുമൊത്തുള്ള തൻ്റെ നിറഞ്ഞ ജീവിതം മാഞ്ഞു പോകുന്നത് അവൾ ഭാവനയിൽ കണ്ടു. അതോടെ സഹിക്കാൻ പറ്റാത്ത വൃഥയോടെ ഹൃദ്യ മുറിയിലേക്ക് ഓടി. കിടക്കയിൽ വീണ് തലയിണയിൽ മുഖം അമർത്തി. ആ നേരത്തെ നിറം ക്ലബ്ബിൽ കർണനും കുഞ്ഞമ്പും അടങ്ങുന്ന ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ക്യാരംസ് കളിക്കുന്നതിനിടയിലാണ് സുരേഷാണ് രേഷ്മയും ശക്തിയുമായുള്ള വിവാഹത്തെക്കുറിച്ച് സൂചിപ്പിച്ചത്. അതോടെ ചെറുപ്പക്കാർ തിരിഞ്ഞ് കർണനെ നോക്കി. സംഗതി നേരാണോ കർണ? എന്നിട്ടാണോ ഇത്രയും നേരം മിണ്ടാതിരുന്നത്? പോരെങ്കിൽ സഖാവ് ഇപ്പോൾ ബാങ്ക് പ്രസിഡന്റുവാ. സാധാരണ ചിലവൊന്നും തന്നാൽ പോരാ, നല്ല ഒന്നാം തരം പാർട്ടി തന്നെ വേണം. അവർ അവന് ചുറ്റും കൂടി. ഓ, തന്നേക്കാം, കർണൻ സമ്മതിച്ചു. വിവാഹത്തലേന്ന് ആയിക്കോട്ടെ. എന്താ പിന്നെ കടിച്ചു പറിക്കാൻ മാത്രം പോരാ, കഴിക്കാൻ ദ്രാവകം കൂടി വേണം, ഒരാൾ പറഞ്ഞു. എങ്കിൽ നമുക്ക് ദ്രവ്യനെ വരുത്തുണ്ടാക്കിച്ചാലോ? ആ ചോദ്യം കുഞ്ഞമ്പൂവിൻ്റെ മകാം. അതിലും ഭേദം സയനൈഡ് കലക്കി തരുന്നതല്ലേ. കുഞ്ഞമ്പൂ വൈരാഗ്യം വല്ലതുകൊണ്ട് നേരത്തെ പറഞ്ഞേക്കണേ. മറ്റൊരാളുടെ കൂട്ടച്ചിരി. അതിനിടെ സുരേഷ് കണ്ടു. വാതിലിൻ്റെ ഇരുപടികളിലും പിടിച്ച് അകത്തേക്ക് നോക്കി നിൽക്കുന്ന ശക്തിധരൻ. എടാ കർണ, നിന്നെ കാണാനിട്ട് അളിയനെ ഇരിക്കപ്പുറത്തില്ലെന്ന് തോന്നുന്നു. ഇതാ വന്നു നിൽക്കുന്നു. ഏവരും വാതിലിനെ നേർക്ക് തിരിഞ്ഞു. വരണളിയാ വരണം, കുഞ്ഞമ്പൂ വിളിച്ചു. എല്ലാവരും ഒന്ന് നോക്കിയിട്ട് ശക്തി അകത്തേക്ക് ചുവടുവെച്ചു. കർണൻ്റെ പുരുകൻ ചുളിഞ്ഞു. ഗൗരവത്തിലാണ് ശക്തി എന്ന് തോന്നുന്നു. മുഖഭാവം കണ്ടാൽ അറിയാം. എന്താടാ? അവൻ വേഗം എഴുന്നേറ്റു. എന്തെങ്കിലും പ്രശ്നം? ഒരു പ്രശ്നമുണ്ട്. അവൻ കർണനെ സൂക്ഷിച്ചു നോക്കി. വാ സംസാരിക്കാം. കർണൻ ശക്തിയും കൂട്ടി പുറത്തേക്ക് നടക്കാനാഞ്ഞു. വേണ്ട, ഇവിടെ നിന്ന് സംസാരിക്കുന്നതാണ് നല്ലത്. മറ്റുള്ളവർക്ക് കൂടി അറിയേണ്ട കാര്യമാണ്. കുഞ്ഞമ്പൂവും സുരേഷും പരസ്പരം നോക്കി. അവർക്കൊരു ആപക്ഷങ്ക മണത്തു. എങ്കിൽ പറഞ്ഞോ, കർണൻ ചിരിച്ചു. കൂടുതലൊന്നും എനിക്ക് ചോദിക്കാനില്ല, അല്പം മാത്രം. അവൻ തൻ്റെ താടിയിലൊന്ന് തടവി. ചോദിക്കേ. കർണന് ഒന്നും പിടികിട്ടുന്നില്ല. ചോദ്യതാണ്, എൻ്റെ അച്ഛനെ കൊന്നത് നിന്റെ അച്ഛനാണെന്ന് നിനക്കറിയാമായിരുന്നു? എല്ലാം അറിഞ്ഞിട്ട് ഒരു ബന്ധം സ്ഥാപിച്ച് എൻ്റെ പ്രതികാരം ഇല്ലാതാക്കുകയായിരുന്നു നിന്റെ ലക്ഷ്യം? കർണൻ ഞെട്ടിപ്പോയി. ശക്തി, അതെ. എൻ്റെ ചോദ്യത്തിന് ഉത്തരം തേടാ. ശബ്ദം പെട്ടെന്ന് ശ്രദ്ധിക്കാനായില്ല കർണന്. കേട്ടുനിന്നവർ മുഴുവൻ അമ്പരന്നുപോയി. അവരുടെ മുഖത്ത് അവിശ്വസനീയത തിങ്ങി. കർണൻ മറുപടി നൽകുന്നത് കേൾക്കാൻ അവരവനെ തന്നെ നോക്കി നിന്നു. ജീവിതത്തിലെ ആദ്യമായ ഒരു പരാജിതന്റെ ഭാവം ആ മുഖത്ത് തെളിയുന്നത് അവർ കണ്ടു. ശക്തി, നീ എന്താ അസംബന്ധമാണ് ഈ ചോദിക്കുന്നത്? കുഞ്ഞമ്പൂ മുന്നോട്ട് നീങ്ങുന്നു. അസംബന്ധമോ സംബന്ധമോ എന്നിവൻ പറയട്ടെ. ഇക്കാര്യത്തിൽ മറ്റാരും ഇടപെടണ്ട. ശക്തിയുടെ നെറ്റിയിലെ ഞരമ്പുകൾ പിടഞ്ഞു പൊങ്ങി. പറയണം സഖാവ് കർണൻ. ശക്തിയുടെ ശബ്ദത്തിലെ പരിഹാസച്ചുവ. നിന്നോട്
നിന്നോടിത് ആര് പറഞ്ഞു? കർണൻ വല്ല വിധേനയും തിരക്കി. അതാരാലും ആവട്ടെ, എനിക്കറിയേണ്ടത് സത്യമാണ്. നമ്മുടെ ചെറുപ്പകാലത്ത് എപ്പോഴോ നടന്നൊരു സംഭവം. അതിലെ സത്യസ്ഥിതി ബാക്കി പറയാൻ ശക്തി സമ്മതിച്ചില്ല. മതി, എനിക്ക് ഊഹിക്കാൻ കഴിയും. നിനക്ക് ഒക്കെ അറിയാമായിരുന്നു. എന്നിട്ട് പിന്നെയും നാറിയ രാഷ്ട്രീയക്കാരൻ്റെ കളി നീയും നടത്തി. ശക്തിയുടെ ഒച്ച പതറി. ഇവിടെ വന്ന് കാലുകുത്തിയ നിമിഷം മുതൽ അനുകരിക്കാൻ പറ്റിയൊരു സഖാവായിട്ട് നിന്നെ ഞാൻ കണ്ടു, ഒപ്പം നിന്നു. പക്ഷെ നിന്റെ രീതികൾ അഭിനയമായിരുന്നെന്ന് അറിയാൻ വൈകിപ്പോയി. സാരമില്ല, വിവാഹം നടന്നില്ലല്ലോ, അത്രയേ ആശ്വാസം. ഇനി രേഷ്മ എനിക്ക് വേണ്ട. അവൻ തിരിഞ്ഞു. ശക്തി! കർണൻ അവൻ്റെ തോളിൽ കൈവച്ചു. അവൻ ആ കൈ തട്ടിക്കളഞ്ഞു. ഇനി നിനക്കെന്ന പേര് പോലും ഉച്ചരിക്കാൻ അർഹതയില്ല. നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെയും. പരിഹാസത്തിൽ ശക്തി മറ്റുള്ളവരോട് പറഞ്ഞു. നിങ്ങളും സൂക്ഷിച്ചോ ചാതീയനാവാൻ. ശക്തി! കുഞ്ഞമ്പു വിളിച്ചു. കർണനെ ഞങ്ങൾക്കറിയാവുന്ന അത്രയും നിനക്കറിയത്തില്ല, ഓർത്തോ. വേണ്ട കുഞ്ഞമ്പു, കർണൻ അവനെ തടഞ്ഞു. ഓ, എന്തും പറയട്ടെ. പറയുക മാത്രമല്ല, പ്രവർത്തിക്കാൻ പോവുകയാണ് ഞാൻ. കുഞ്ഞുനാൾ മുതൽ അച്ഛനെ കൊന്നവൻ്റെ ഒരു അജ്ഞാത രൂപം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. കാലം പക്ഷേ അയാളെ എനിക്ക് കാട്ടിത്തരാൻ വൈകി. എന്നാലും അയാളുടെ ഭാര്യയും മക്കളും ഉണ്ടല്ലോ, എനിക്കത് മതി. വീട്ടിലെ ഒന്നിനെയും. ഞാൻ കാത്തിരുന്ന നീയും നിന്റെ കുടുംബവും. ശക്തി അംഗം തുടങ്ങുകയാണ്. പ്രതിരോധിക്കുമെങ്കിൽ ആയിക്കോ. തീക്കാറ്റ് പോലെ അവൻ പുറത്തേക്ക് പാഞ്ഞു. ക്ലബിലെ അല്പനേരത്തേക്ക് നിശബ്ദത വേരൂന്നി. കർണ, സുരേഷ് അവനെ തോണ്ടി. എന്താടാ ഇതൊക്കെ? മറുപടി പറയാതെ അവൻ സുരേഷിൻ്റെ തോളിലേക്ക് മുഖം ചായച്ചു. ഇരുളിലൂടെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ശക്തിധരൻ്റെ അരികിൽ ഒരു ബൈക്ക് വന്നു നിന്നു. കർണനുമായിട്ട് കൊരുത്തുമല്ലേ? അതിലിരുന്ന ആൾ തിരക്കി. ശക്തി മൂളി. കയറിക്കോ, നമുക്കല്പം മാറിയിരുന്ന് സംസാരിക്കാം. ശക്തിധരൻ ബൈക്കിൻ്റെ പിന്നിൽ കയറി. ഒറ്റക്കണ്ണിൽ അഗ്നി ഒഴിച്ച് അത് കുതിച്ചു. ഏതാണ്ട് 10 മിനിറ്റ് നേരത്തെ യാത്ര. കവുങ്ങും വാഴകയും നിറഞ്ഞ പ്രദേശത്ത്. നടുവിലൂടെ ഒരു വാഹനത്തിന് കഷ്ടിച്ചു പോകാവുന്ന പാത. അതിനിടയിൽ ചിതറിക്കിടക്കുന്ന നക്ഷത്രങ്ങളുടെ മങ്ങിയ വെളിച്ചം. തോട്ടത്തിൻ്റെ നടുവിൽ ഒരു കൊച്ചു കെട്ടിടം. അതിന് പിന്നിൽ ഒരു വെള്ള ഇന്നോവ കാർ കിടപ്പുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നിൽ ബൈക്ക് നിന്നു. ഇറങ്ങിക്കോ, ബൈക്കോടിച്ച മനുഷ്യൻ പറഞ്ഞു. ചുറ്റുപാടും ശ്രദ്ധിച്ചുകൊണ്ട് ശക്തിധരൻ ഇറങ്ങി. വാ. ആ മനുഷ്യൻ്റെ പിന്നാലെ അവൻ ഇരുൾ തിങ്ങിയ വരാന്തയിലേക്ക് കയറി. ആ മനുഷ്യൻ 2 തവണ വാതിൽ മുട്ടി. അടുത്ത നിമിഷം വാതിൽ തുറക്കപ്പെട്ടു. അകത്തേക്ക് കത്തിയെന്നിരുന്ന ഒരു മെഴുകുതിരിയുടെ വെളിച്ചം ദീർഘചതുരാകൃതിയിൽ പുറത്തേക്ക് വന്നു. കയറിവാ, വാതിൽ തുറന്നയാൾ പറഞ്ഞു. ഇരുവരും അകത്ത് കയറി. വാതിൽ തുറന്ന മനുഷ്യൻ വീണ്ടും അതടച്ചു. അകത്ത് മെഴുകുതിരി കത്തിച്ചു വെച്ച മേശയ്ക്ക് പിന്നിലെ അലക്ഷ്യമായി സിഗരറ്റ് പോയിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മടൻ ശിവനെ കണ്ടപ്പോൾ ശക്തി അറിയാതെ ഒന്ന് ഞെട്ടി. ശിവൻ പക്ഷെ അവനെ നോക്കി ചിരിച്ചു. ശക്തി, നിന്നെ ഞാനിപ്പോൾ ഒരു ശത്രുവായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്, നിന്റെ മിത്രമായിട്ടാ, അല്ലെങ്കിൽ നിന്റെ ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ട്. വാ, വന്നിരിക്കി. അയാൾ തനിക്കെതിരെ കിടന്നിരുന്ന കസേരയിലേക്ക് കൈ ചൂണ്ടി. ഒന്ന് മടിച്ചിട്ട് ശക്തി ഇരുന്നു. ധർമ്മടൻ ശിവൻ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഒരു പോരുകാളയുടെ കരുത്തും ശൗര്യമുണ്ട് അവനെന്ന് അയാൾ മനസ്സിലാക്കി. വാതിൽ തുറന്നു കൊടുത്ത കണ്ടൽവാസവും അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന നീരാളിപ്പരമവും ഒരു വശത്തേക്ക് മാറി നിന്നു. അവൻ വന്നു പറഞ്ഞപ്പോൾ ആദ്യം നിനക്ക് വിശ്വാസമായിട്ടില്ലായിരുന്നു അല്ലേ? പരമുവിനെ നോക്കി ശിവൻ തിരക്കി. ഇല്ലെന്ന ഭാവത്തിൽ ശക്തിധരൻ തലയാട്ടി. ഇപ്പോൾ ബോധയല്ലേ? അവൻ അപ്പോഴും തലകുലുക്കി. നീ മദ്യപിക്കോ? ഇല്ല. നല്ലത്, ഞാനും മദ്യപിക്കത്തില്ല. അയാൾ സിഗരറ്റ് കവർ എടുത്ത് നീട്ടി. ഒന്ന് പോയ്ക്ക്. ശക്തിധരൻ അത് വാങ്ങി ഒരു സിഗരറ്റ് എടുത്തു. മെഴുകുതിരി താളത്തിൽ തീ പിടിപ്പിച്ചു. ശിവൻ തുറന്നു. എനിക്ക് വേണമെങ്കിൽ നിന്നിൽ നിന്നും ആ ഞെട്ടിക്കുന്ന സത്യം അങ്ങ് മറച്ചു വെക്കായിരുന്നു. നീ കർണൻ്റെ പെങ്ങളെയും വിവാഹം ചെയ്ത് സുഖമായിട്ട് കഴിഞ്ഞേനെ. പക്ഷേ നിങ്ങൾക്ക് കുട്ടികളുണ്ടായിക്കഴിഞ്ഞാണ് ഈ സത്യം അറിയുന്നതെങ്കിലോ? ശക്തി അസ്വസ്ഥനായിട്ട് സിഗരറ്റ് ആഞ്ഞു വലിച്ച് പുക ഒഴുങ്ങി. ശിവൻ പിന്നെ പറഞ്ഞു. അതുതന്നെയായിരുന്നു കർണൻ്റെ ലക്ഷ്യം. കുട്ടികളൊക്കെ ആയിക്കഴിയുമ്പോൾ നീ പിന്നെ പ്രതികാരത്തിന് നിൽക്കില്ലല്ലോ. എന്നാര് പറഞ്ഞു? ശക്തി പല്ലിഞ്ഞരിച്ചു. കാലം എത്ര കഴിഞ്ഞാലും എൻ്റെ അച്ഛൻ്റെ കൊലപാതകയുടെ കുടുംബത്തിൽ ഒന്നിനെയും ബാക്കി വയ്ക്കില്ല എന്നത് എൻ്റെ ശബ്ദമാണ്. ഓക്കെ, ശരിയാവാടാ. എന്നാൽ കർണം പ്രതീക്ഷിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. കാരണം ഓന് നിന്നെ ഭയമുണ്ട്, എനിക്കറിയാം. അല്ലെങ്കിൽ ശക്തനെ ഒന്നുകിൽ കൂടെ നിർത്തുക, അല്ലെങ്കിൽ ചതിച്ചില്ലാതാക്കുക. അതാ ഓൻ്റെ രീതി. പക്ഷെ ആ രീതി എന്നോട് വിലപ്പോവില്ല. ശക്തി സിഗരറ്റ് ഞെരിച്ച് വലിച്ചെറിഞ്ഞു. കൊല്ലും ഞാൻ. കൊല്ലണം. വേണ്ടാന്ന് ആര് പറഞ്ഞു? ഇനി നിനക്ക് കൂട്ടിന് ഞങ്ങളുണ്ട്. കർണൻ്റെ മരണമാണ് ഞങ്ങളുടെ ലക്ഷ്യം. എനിക്ക് ആരുടെയും സഹായം വേണ്ട. അല്ലാതെ തന്നെ ആ കുടുംബം ഞാൻ വിളിപ്പിക്കും. ശക്തി
പുകഞ്ഞു കത്തുകയാണ്. ധർമ്മടൻ ശിവൻ അറിഞ്ഞു. എരുതിയിലേക്ക് എണ്ണ പകരം പോലെ അയാൾ പ്രോത്സാഹിപ്പിച്ചു. സൂക്ഷിക്കണം, കർണന് നല്ല ആൾബലമുണ്ട്. എത്ര ആളുകൾ കൂടെയുണ്ടെങ്കിലും മോൻ്റെ ശരീരത്തിൽ പച്ചമാംസല്ലേ. ഒരു ഉരുക്കു കത്തി കൊണ്ട് കുത്തിയാൽ തുളഞ്ഞു കയറുന്ന ശരീരം. അത് ഞാൻ ചെയ്തിരിക്കും സഖാവേ. അവൻ എഴുന്നേറ്റു. എല്ലാ സത്യങ്ങളും പറഞ്ഞു തന്നതിനും സഹായിച്ചതിനും നന്ദി. ഒരു സത്യം കൂടി പറയാണ്ട് ശക്തി. ധർമ്മടൻ ശിവനും എഴുന്നേറ്റു. ശക്തിയുടെ നെറ്റിയിടിഞ്ഞു. തോക്കിൻകുഴലിലൂടെ എന്നവണ്ണം അവൻ അയാളെ നോക്കി. അതായത് ജാനകിയുമൊത്ത് നാടുവിട്ട നിന്റെ അച്ഛനെ കൊല്ലണമെന്നത് പാർട്ടി തീരുമാനമായിരുന്നില്ല. പിന്നെ കിടുങ്ങിപ്പോയി ശക്തിധരൻ. സത്യാന്വേഷയും മോൻ്റെ സുഹൃത്തുക്കളുടെയും തീരുമാനമായിരുന്നു. എന്തിന്? അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. മാധവിയോടായിരുന്നില്ല സത്യാന്വേഷണ യഥാർത്ഥത്തിൽ സ്നേഹം, അവളുടെ കൂട്ടുകാരിയായ നിന്റെ അമ്മയോട്. നിന്റെ അമ്മ പക്ഷേ ആ സ്നേഹം നിരസിച്ചു. അതിൻ്റെ പ്രതികാരം നിന്റെ അമ്മയെ വിധവയാക്കണമെന്നുള്ള സത്യാന്വേഷണൻ്റെ തീരുമാനം. ശ്വാസം വിലുങ്ങിയതുപോലെ ശക്തിധരൻ സ്തംഭിച്ചിരുന്നു. ധർമ്മടൻ ശിവൻ കണ്ടൽ വാസുവിനെയും നീരാളിപ്പരുവിനെയും നോക്കി കണ്ണിറങ്ങി. വാസു പറഞ്ഞു, ശിവൻ സഖാവ് പറഞ്ഞ സത്യമാണ് ശക്തി. അന്ന് ഞങ്ങളൊക്കെ ഈ വിവരം അറിഞ്ഞതാണ്. ശക്തി എല്ലാവരെയും ഒന്ന് നോക്കി. എനിക്ക് പോകണം. ശരി, ആവശ്യം വരുമ്പോൾ ഞങ്ങൾ സഹായത്തിനുണ്ടാവും. മറുപടി പറയാതെ അവൻ വാതിക്കലേക്ക് നടന്നു. വാതിൽപാളികൾ വലിച്ചു തുറന്നു. തണുത്ത കാറ്റകത്തേക്ക് അടിച്ചു കയറി. മെഴുകുതിരിതാളം ഒന്നുലഞ്ഞു. നീരാളിപ്പരമു അവനെയും കൊണ്ട് ബൈക്കിൽ മടങ്ങി. ധർമ്മടൻ ശിവനും കണ്ടൽവാസവും ചിരിച്ചു. ഇനി കാണാം അംഗം, നമ്മൾ വെറും കാഴ്ചക്കാർ മാത്രം. ശിവൻ മറ്റൊരു സിഗരറ്റ് എടുത്ത് ചുണ്ടുകൾക്കിടയിൽ തിരുകി. കർണൻ തകർന്ന മനസ്സോടെ വീട്ടിലെത്തുമ്പോൾ മാധവി കാത്തിരിക്കുകയായിരുന്നു. അവനെ കണ്ടതേ അവൾ പറഞ്ഞു, കർണ, വിവാഹം ഒരാഴ്ചയിൽ കൂടുതൽ നീട്ടിവെക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നേരത്തെ രേഷ്മയ്ക്ക് വേണ്ടി വാങ്ങിയ സ്വർണവും മറ്റു ഇരിപ്പുണ്ടല്ലോ, തൽക്കാലം അതൊക്കെ മതിയാവും. കർണൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു കുലുക്കം അനുഭവപ്പെട്ടു. അമ്മയുടെ മുഖത്തേക്ക് നോക്കാനുള്ള കരുത്തില്ലാതെ അവനൊന്ന് മൂളി. മാധവി അവനെ സൂക്ഷിച്ചു നോക്കി. തൻ്റെ മുറിയിലേക്ക് പോയ അവൻ്റെ പിന്നാലെ അവർ ചെന്നു. നീ എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. അവൻ്റെ ശബ്ദം പതറി. അല്ലടാ, എന്തോ ഉണ്ട്. വിവാഹക്കാര്യം പറഞ്ഞിട്ട് നിനക്കൊരു ഉത്സാഹമില്ലല്ലോ. കർണൻ ഷർട്ടയച്ച് അയയിൽ തൂക്കി. പിന്നെ തളർന്നതുപോലെ കട്ടിലിരുന്നു. കൈവെള്ളയിലേക്ക് മുഖം താങ്ങി. മാധവിയും മകൻ്റെ അടുത്തായിരുന്നു. എന്താണെങ്കിലും നീ അമ്മയോട് പറയടാ. കർണൻ മുഖമുയർത്തി. അവൻ്റെ കണ്ണുകളിലെ നനവ് കണ്ട് മാധവി ഞെട്ടി. എന്താ മോനെ? അമ്മേ, അമ്മയുടെ ഇറക്കി. തൽക്കാലം രേഷ്മ ഇതറിയണ്ട. ശക്തിയായിട്ടുള്ള വിവാഹം നടക്കില്ല. കർണ, മാധവി പാമ്പ് കടിയേറ്റതുപോലെ വിലപിച്ചു. നീ എന്താ പറയുന്നത്? സത്യം, സ്വന്തം അച്ഛനെ കൊന്നവൻ്റെ മകളെ അവന് വേണ്ടാന്ന്. മാധവിയുടെ നാവ് അനങ്ങിയില്ല. ശില പോലെ കണ്ണുകൾ തുറിച്ചവരിരുന്നു പോയി. അപ്പോൾ കൂറ്റേരിയിൽ കുന്നിനു മീതെ ചിതറിക്കിടക്കുന്ന മങ്ങിയ വെളിച്ചത്തിലിരുന്ന് തമ്പിസാറും ASI ഗോപിദാസും കൃഷ്ണനോട് പറയുകയായിരുന്നു, കൃഷ്ണ, നമുക്ക് ഏറ്റവും അനുകൂലമായ സമയമാണിത്. കർണനും ശക്തിധരനും തമ്മിൽ തെറ്റി. കർണനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ് ശക്തി പോയിരിക്കുന്നത്. ഈ അവസരം നമ്മളങ്ങ് മുതലാക്കണം. കർണൻ മരിച്ചാൽ കൊന്നത് ശരിയാണെന്നേ ആരും പറയുള്ളൂ. അതിനി ശക്തിയാണ് അതിന് കാരണം. ഇനി ശക്തി മരിച്ചാൽ അതിന് പിന്നിൽ കർണനാണെന്നും വരും. കാര്യം മനസ്സിലാക്കിയതുപോലെ കൃഷ്ണൻ മൂളി. കർണനോ ശക്തിയോ അവരാരെങ്കിലും ഒരാൾ ഇന്ന് തീർന്നിരിക്കും തമ്പി സാറേ. അവൻ എഴുന്നേറ്റു. അരമണിക്കൂറിനുള്ളിൽ കൂറ്റേരിക്കുന്നിന് താഴെ റേഷൻ കടയ്ക്കരികിൽ ഒരു ജീപ്പ് കൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. വീടിന് കുറച്ചകലെ ശക്തിധരൻ്റെ ബൈക്കിൽ കൊണ്ടുവിട്ടിട്ട് നീരാളിപ്പരമ്പ് മടങ്ങി. ശക്തി കാലുകൾ നീട്ടിവെച്ച് നടന്നു. പെട്ടെന്ന് വളവ് തിരിഞ്ഞ് ഒരു വാഹനം അവൻ കണ്ടു. വെളിച്ചം ശക്തിയുടെ കണ്ണുകളിൽ പൊളിഞ്ഞിറങ്ങി. അവൻ മുഖം തിരിച്ചു. അടുത്ത നിമിഷം ആ ജീപ്പ് അവൻ്റെ തൊട്ടരികിൽ ബ്രേക്ക് ഇട്ടു. അതിൽ നിന്നും ആയുധങ്ങളുമായിട്ട് കൃഷ്ണനും സംഘവും പുറത്തേക്ക് ചാടി. അധ്യായം 20. ശക്തിധര ആദ്യം ഒന്ന് പകച്ചു. എന്നാൽ അടുത്ത നിമിഷം അവൻ അപകടത്തിൻ്റെ ചൂരടിച്ചു. മുന്നിലെ ആയുധമേന്തിയ ഒരു സംഘം. ഡാഷു മോനെ, ഈ നാട്ടിലങ്ങ് സുഖിച്ചു വാഴാമെന്ന് കരുതിയോടാ നീ? കൃഷ്ണൻ അലറി. പെട്ടെന്ന് കണ്ണടയ്ക്കാൻ പോലെ ജീപ്പിൻ്റെ ലൈറ്റ് കിട്ടു. കണ്ണിൽ കുത്തിയാൽ അറിയാത്ത ഇരുട്ട്. ആയുധങ്ങൾ പൊളിയുന്ന ശബ്ദം. മിന്നൽ പോലെ ശക്തി തറയിലേക്ക് അമർന്നു. അവന് മീതെ ആയുധങ്ങൾ കൂട്ടിമുട്ടി തീപ്പൊരികൾ ചിതറി. ലക്ഷ്യം തെറ്റിയെന്ന് ശത്രുക്കൾക്ക് ബോധ്യമായി. അവർക്കിടയിൽ നിന്നും ഇരുളിനെ മറയാക്കിയ ഒരു കാട്ടുപന്നിയെ പോലെ കുതിച്ചു ശക്തി. വിടരുതവനെ! ഒരട്ടഹാസം. ശക്തിധരൻ തൊട്ടരികിലെ മൺതിട്ടയിലേക്ക് കുതിച്ചു കയറി. നിഴൽ പോലെ അവിടെ നിന്നിരുന്ന ഒരു കുറ്റിച്ചെടിയിൽ പിടിച്ച് അപ്പുറത്തേക്ക് ചാടി. ആ ക്ഷണം കയ്യാരിയിലെ മണ്ണിൽ ആയുധങ്ങൾ പൊളിഞ്ഞിറങ്ങി.
കർണനോട് കളിക്കാറാടാ പട്ടി നീ, കൃഷ്ണൻ വിളിച്ചലറി. ശക്തി പ്രാണം വാരിപ്പിടിച്ചുകൊണ്ടുവണ്ണം ഇരുളിലൂടെ ഓടി. കൃഷ്ണനും മറ്റും മൺതിട്ടയിലേക്ക് ചാടിക്കയറി. ചുറ്റും പകച്ചു നോക്കി. എവിടെ? ഇരുളിൽ അലിഞ്ഞു ചേർന്നതുപോലെ ശക്തി മറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഛേ, അവന് കൊന്തിത്വം തോന്നി. ഇത്രയും നല്ലൊരവസരം ഇനി കിട്ടാനില്ലായിരുന്നു. അപ്പോൾ തിണ്ണയിൽ കത്തിച്ചു വെച്ച മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ രണ്ട് പ്രതിമകൾ പോലെ പുറത്തേക്ക് നോക്കിയിരിക്കായിരുന്നു ജാനകിയും ഹൃദയും. ആരും ഒന്നും പറഞ്ഞില്ല. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ദീർഘനിശ്വാസങ്ങൾ മാത്രം. പെട്ടെന്ന് ആരോ ഓടി വരുന്നത് പോലെ ശബ്ദം. ഇരുവരും ഞെട്ടിപ്പടഞ്ഞെഴുന്നേറ്റു. അപ്പോഴേക്കും ആ രൂപം മുറ്റത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ആരാ? ജാനകിയുടെ ശബ്ദം വിറച്ചു. മറുപടി കിട്ടിയില്ല. അപ്പോഴേക്കും ആ രൂപം ഓടി തിണ്ണയിൽ കയറി നിന്ന് കിതച്ചു. ശക്തി. ജാനകിയും ഹൃദയും സംശയത്തോടെ അവനെ നോക്കി. എന്താടാ, എന്തു തോന്നിയാസം കാണിച്ചിടാ നിന്റെ ഈ ഓടിപ്പാഞ്ഞുള്ള വരവ്? ജാനകി കൈ ചൂണ്ടി. ഓനും കൂട്ടരും എന്നെ കൊല്ലാൻ വന്നു. കടപ്പലുകൾ ഞെരിച്ചുകൊണ്ട് ശക്തി ഇരുളിലേക്ക് ശ്രദ്ധിച്ചു. ആര്? ജാനകി കിടുങ്ങി. കർണൻ. അല്ലാതാരാ? കർണനോ? ജാനകിയുടെ നെറ്റിയൊളിഞ്ഞു. അതെ. അടുത്ത സെക്കൻഡിൽ ജാനകിയുടെ കൈത്തലം മകൻ്റെ കവിളിൽ ആഞ്ഞു പതിച്ചു. തെമ്മാടിത്തരം പറയുന്നോടാ. അമ്മേ. ശക്തി പകച്ചുപോയി. അതേടാ, അമ്മ തന്നെ. നീ കണ്ടോ കർണൻ നിന്നെ കൊല്ലാൻ വരുന്നത്? കണ്ടു. ഒരു ജീപ്പിലാണ് ഓനും സംഘവും വന്നത്. തലനാരക്കിഴയ്ക്കാ ഞാൻ രക്ഷപ്പെട്ടത്. ശക്തിയുടെ കിതപ്പപ്പോഴും ശരിക്കടങ്ങിയില്ല. അവൻ്റെ ഷർട്ട് വിയർപ്പിൽ കുളിച്ച് ശരീരത്തോട് ഒട്ടിയിരുന്നു. മിണ്ടിപ്പോകരുത് നീ. ജാനകിയുടെ ശബ്ദത്തിന് മൂർച്ചേറി. പിന്നെ അവർ ഉച്ചത്തിൽ വിളിച്ചു. മോനെ കർണ. ശക്തിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ അവൻ കണ്ടു. അകത്ത വാതിൽ കടന്ന് പുറത്തേക്ക് വരുന്ന കർണൻ. പിന്നിൽ മാധവൻ. ശക്തിധരൻ്റെ കണ്ണ് തള്ളിപ്പോയി. കർണൻ നേരത്തെ ചിരിയോടെ അവനെ നോക്കി. ഞാനപ്പോഴാ ശക്തി നിന്നെ കൊല്ലാൻ ആളെയും കൂട്ടി വന്നത്. അവന് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. ചിലന്തി വലങ്ങിയിൽ കുടുങ്ങിയതുപോലെയായിരുന്നു അവൻ്റെ അവസ്ഥ. ജാനകി പറഞ്ഞു. ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ, കാണുന്നതും കേൾക്കുന്നതും അല്ല സത്യമല്ലെന്ന്. ശക്തിയുടെ മുഖം കുനിഞ്ഞു. നേരെ നോക്കടാ. ജാനകി ഒച്ചയുയർത്തി. ശക്തി തലയുയർത്തി. ജാനകി തുറന്നു. കർണനും മാധവി ഇവിടെ വന്നിട്ട് ഇപ്പോൾ 10 മിനിറ്റോളമായി. അതിനിടയ്ക്ക് ഇവൻ എപ്പോഴാണ് നിന്നെ കൊല്ലാൻ വന്നതെന്ന് എനിക്കറിയണം. അവർ അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുലച്ചു. പറയടാ. എടാ പറയാൻ. എന്താ ജാനകി ഇത്? അതും രാത്രിയിൽ ആരെങ്കിലും കേട്ടാലേ? മാധവി അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ജാനകി മകളിനെ പിടിവിട്ടില്ല. എല്ലാവരും കേൾക്കട്ടെ, അല്ലെങ്കിൽ ഇല്ലാത്തതൊക്കെ ഇവൻ്റെ കാതിൽ ഓതിക്കൊടുത്തത് ആരാണെന്ന് ഇവൻ തന്നെ പറയട്ടെ. ജാനകിയമ്മേ, അകത്തു കയറിയിരുന്ന് സംസാരിക്കാം, കർണനും പറഞ്ഞു. വേണ്ട, അകത്തു കയറുന്നൊക്കെ പിന്നീട്. എന്നെ അനുസരിക്കാത്തവൻ, എൻ്റെ വാക്കുകളെ വിശ്വസിക്കാത്തവൻ, ഓനൊക്കെ ഈ വീടിന് പുറത്താണ് സ്ഥാനം. ജാനകി വീണ്ടും മകൻ്റെ നേരെ തിരിഞ്ഞു. ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ പോലും നിൽക്കാതെ നീ പാഞ്ഞു പോയില്ലേ? എന്തിനാ? കർണനെ വെല്ലുവിളിക്കാനോ? കല്യാണം നടക്കത്തില്ലെന്ന് പറയാനോ? അമ്മേ, ഞാൻ. ശക്തിയുടെ ഒച്ച പതറി. അങ്ങനെ വിളിക്കരുത് നീ എന്നെ. എൻ്റെ വയറ്റിൽ കുരുത്തവനായിരുന്നു നീയെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാനെങ്കിലും നീ നിന്നേനെ. നിനക്ക് എന്നേക്കാൾ വലുത് മറ്റാരോ പറഞ്ഞു തന്ന കള്ളത്തരങ്ങളായിരുന്നില്ലടാ. ശക്തിക്ക് വല്ലാത്ത തളർച്ച തോന്നി. മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനുള്ള പ്രയാസവും. ജാനകി അവൻ്റെ ഷർട്ടിലെ പിടിവിട്ടു. പിന്നെ നിറഞ്ഞു നിന്ന കണ്ണുകൾ സാരിത്തുമ്പുകൾ കൊണ്ടൊപ്പി. ഈ നിൽക്കുന്ന മാധവി പറഞ്ഞാൽ പോലും സത്യേട്ടനാണ് നിൻ്റെ അച്ഛനെ കൊന്നതെന്ന് ഞാൻ വിശ്വസിക്കത്തില്ലടാ. കാരണം ഒക്കെ നേരിൽ കണ്ടത് ഞാൻ മാത്രമാണ്. ഞാൻ മാത്രം. അന്ന് വെറും കുഞ്ഞുങ്ങളായിരുന്നു. നിന്നെ ഇവിടെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇരുളിൽ മറിഞ്ഞിരുന്ന് ഞാൻ ഒന്നേ കണ്ടിട്ടുള്ളൂ. ആ രംഗം. ജാനകി ഹൃദയെ ചേർത്ത് പിടിച്ചു. അവർ വല്ലാതെ കിതച്ചു. വികാര വിക്ഷോഭങ്ങൾ കാരണം മറ്റുള്ളവർ അവരുടെ മുഖത്തേക്ക് നോക്കി നിന്നു. അല്പം കഴിഞ്ഞ് സ്വയം നിയന്ത്രിച്ചിട്ട് ജാനകി തുടർന്നു. അന്ന് വന്ന ആ സംഘത്തിൽ സത്യേട്ടനും ഉണ്ടായിരുന്നു എന്നത് സത്യ. നമ്മളിവിടെ വന്ന ദിവസമൊക്കെ ഞാൻ സഖാവ് ബാലൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നത് നീ കേട്ടതല്ലേ? പിന്നെ ആരാണമ്മ എൻ്റെ അച്ഛനെ? ശക്തിധരൻ വാചകം പൂർത്തിയാക്കിയില്ല. ഓൻ്റെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കണ്ടൽ വാസുവിൻ്റെ മുഖം. അമ്മേ. അറിയാതെ ശക്തിയുടെ ശബ്ദം ഉയർന്നുപോയി. അതേടാ, കണ്ടൽ വാസു തന്നെ. ഓനെ അതിന് തള്ളിവിട്ടത് ബാലൻ. ഇപ്പോഴും എൻ്റെ കണ്ണുകൾക്ക് മുന്നിലുണ്ട് ആ രംഗം. അമ്മ പിന്നെ ഞാൻ ചോദിച്ചപ്പോഴൊക്കെ ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറിയത്? ശക്തി തർക്കിച്ചു. ഭർത്താവ് നഷ്ടപ്പെട്ടു. എൻ്റെ മകനെയെങ്കിലും ബാക്കി കാണണമെന്ന് കരുതിയതുകൊണ്ടാണ്. വാസുവിൻ്റെയും ബാലൻ്റെയൊക്കെ സ്വഭാവം എനിക്ക് ശരിക്കറിയാവുന്നതുകൊണ്ട്. അല്പനേരത്തേക്ക് ആരും ഒന്നും പറഞ്ഞില്ല. സ്തംഭിച്ചു നിൽക്കുകയാണ് എല്ലാവരും. താൻ പോലും കരുതിയത് സത്യേട്ടനാണ് ഇത് ചെയ്തതെന്നാണ്. മാധവി ഉയർത്തു. ജാനകിയുടെ ശബ്ദമാണ് ഏവരെയും ഉണർത്തിയത്. ഇനി നീ പറ ശക്തി. കർണനും കുടുംബമാണോ നിന്റെ ശത്രു?
അതോ ബാലനും കണ്ടൽവാസുവാണോ? അപമാനഭാരത്തിൽ ദയനീയമായി അവൻ കർണനെ നോക്കി. കർണൻ മുന്നോട്ട് നിന്ന് അവൻ്റെ തോളിൽ കൈവച്ചു. പോട്ടടാ, തെറ്റിദ്ധാരണകൾ മനുഷ്യ സഹജമാണ്, നീ അത് കാര്യമാക്കണ്ട. കർണ, എന്നോട് ക്ഷമിക്കണം. ശക്തി അവൻ്റെ നെഞ്ചിലേക്ക് വീണു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു. ഏയ്, എന്താടാ ഇത്? നിന്നെ സ്വന്തം കൂടപ്പുറപ്പായിട്ടല്ലടാ ഞാൻ കരുതിയിട്ടുള്ളത്. പോട്ടെ. എല്ലാം കണ്ടു നിന്നിരുന്ന ഹൃദയ്ക്ക് തൻ്റെ മനസ്സിനുള്ളിൽ ഒരു മഞ്ഞുതുള്ളി വീണതുപോലെ തോന്നി. കണ്ണീരിനിടയിലും അവൾ പുഞ്ചിരിച്ചു. ഇനി അകത്തേക്ക് കയറിയിരുന്ന് സംസാരിക്കാം. ജാനകി സമ്മതിച്ചു. എല്ലാവരും വീടിനുള്ളിൽ കയറിയിരുന്നു. ഹൃദയ അടുക്കളയിൽ പോയി കടുങ്കാപ്പി ഇട്ടുകൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തു. അതിനിടയിൽ ശക്തിധരൻ തനിക്കും ഇങ്ങനെ ഒരു വിവരം തന്നവരെക്കുറിച്ചും ആക്രമിക്കാൻ വന്നവരെക്കുറിച്ചും മറ്റും അവരോട് പറഞ്ഞു. അപ്പോൾ കളികൾ തുടരാൻ തന്നെയാണ് ധർമ്മടം ശിവൻ സഖാവിൻ്റെ തീരുമാനം. കർണൻ പല്ലുകൾ ഒന്നമർന്നു. എന്നാലും എന്നെ കൊല്ലാൻ വരുന്നവർ ആരാണെന്ന് മനസ്സിലാവാതെ ഇടയ്ക്ക് അവർ കർണൻ്റെ പേര് പറയുകയും ചെയ്തു. ശക്തി ആരംഗം മനസ്സിലിട്ട അയവർക്കെയാണ്. മറ്റാരാവൻ? അത് ധർമ്മടൻ ശിവൻ്റെ പണി തന്നെ, ജാനകി പറഞ്ഞു. പക്ഷെ കർണൻ എതിർത്തു. അല്ല, നമ്മളെ തമ്മിൽ തല്ലി തീർക്കാനുള്ള വഴിമരുന്നിട്ട് തന്നിട്ട് ശിവൻ സഖാവ് ഇങ്ങനെ ഒരു ഫൗൾ പ്ലേ കൂടി നടത്തില്ല. ശരിയല്ലേ ശക്തി? അല്ല, അതിപ്പോൾ ശിവനെ സംശയിക്കാതിരിക്കാൻ വേണ്ടി ശക്തി പൂർത്തിയാക്കും മുമ്പ് കർണൻ കൈയുയർത്തി. അങ്ങനെയായിരുന്നെങ്കിൽ അയാളുടെ കസ്റ്റഡിയിൽ കിട്ടിയ നേരത്ത് നിന്നെ കൊല്ലാമായിരുന്നില്ലേ? മറ്റാരും അറിയുകയില്ലായിരുന്നു. അത് ശരിയാണെന്ന് മറ്റുള്ളവർക്കും തോന്നി. അപ്പോൾ ചോദിച്ചത് ജാനകിയാണ്. സംശയം വേണ്ട, കൂറ്റേരിക്കാർ. ഇവിടെ നടക്കുന്നതൊക്കെ അപ്പോൾ തന്നെ അവരും അറിയുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ അവരുടെ ആക്രമണ രീതി അങ്ങനെയാണ്. കർണം പെട്ടെന്നെന്തോ ഓർത്തതുപോലെ തുടർന്നു. കണ്ടൽവാസവും മറ്റും എവിടെയാണെന്നുള്ളത് നിനക്കറിയാലോ? അറിയാം. കർണം പിടഞ്ഞുറന്നു. അവൻ്റെ കണ്ണുകളിൽ അപകടകരമായ ഒരു തിളക്കം മിന്നി. എങ്കിൽ ഇനി നമ്മൾ ഒട്ടും വൈകിക്കൂടാ. പോലീസ് തേടിക്കൊണ്ടിരിക്കുന്ന നൊട്ടോറിയസ് ക്രിമിനലാണ് വാസു. ഓനെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഒപ്പം ധർമ്മടൻ ശിവൻ സഖാവ് കൂടി ഉണ്ടെങ്കിൽ അത് ശത്രുപക്ഷത്തിന് നിൽക്കുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും. കർണം പോക്കറ്റിൽ നിന്നും സെൽഫോൺ എടുത്തു. പക്ഷേ ശക്തി അത് തടഞ്ഞു. അരുത് കർണ, പോലീസിനെ വിളിക്കരുത്. വാസുവിനെ എനിക്ക് വേണം, എൻ്റെ അച്ഛനെ കൊന്നതിൻ്റെ കണക്ക് തീർക്കാൻ. കർണൻ ഉന്നം പിടിക്കും പോലെ അവനെ നോക്കി. ഓനെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാനാണോ നിൻ്റെ ഉദ്ദേശം? അത് ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ നിനക്ക് നിർബന്ധമാണെങ്കിൽ കർണനൊന്ന് നിർത്തി. കണ്ടൽ വാസുവിൻ്റെ ശവമല്ല നിനക്ക് കാണേണ്ടത്, അത് ഞാൻ കാണിച്ചു തരാം. നിന്നെപ്പോലെ തന്നെ ഓനോട് പകയുള്ളവനെ ഞാനും. എൻ്റെ അച്ഛൻ്റെ മരണത്തിന് പിന്നിൽ ഓനായിരുന്നു. അത് കേട്ട് ശക്തി അമ്പരപ്പിൽ അവനെ തുറച്ചു നോക്കി. ഓനെ ഞാൻ തീർത്തു തരാം, എന്നിട്ട് ഞാൻ കിടക്കാൻ ജയിലിൽ. അതുപോലെ എൻ്റെ പെങ്ങൾ വിധവയെപ്പോലെ കഴിയാതിരിക്കാനാണ്. ആ വാക്കുകൾ ഞെട്ടലോടെയാണ് ഹൃദയ കേട്ടത്. അവളുടെ ഇടനെഞ്ചിൽ നിന്നും ഒരു തേങ്ങലായിരുന്നു. അത് തൊണ്ടക്കുഴിയിലെ കുരുങ്ങി വീണു. കാരണം പറഞ്ഞത് അംഗീകരിക്കാൻ കഴിയാത്തതുപോലെ ശക്തിധരൻ ശിരസ് ഇടംവലം വെട്ടിച്ചു. സ്ത്രീകൾ 3 പേരും അവരുടെ തീരുമാനം എന്താണെന്നറിയാൻ കാത്തു നിൽക്കാണ്. പെട്ടെന്ന് മാധവി പറഞ്ഞു, എനിക്ക് മറ്റൊരു അഭിപ്രായമാണുള്ളത്. ശക്തിയും കർണനും അവർക്ക് നേരെ തിരിഞ്ഞു. ചൂണ്ട കൊളുത്തും പോലെ മാധവിയുടെ കണ്ണുകൾ കൂർത്തു. അമർത്തിയ പല്ലുകൾക്കിടയിലൂടെ വാക്കുകൾ പുറത്തുചാടി. കൊല്ലരുത് കണ്ടൽ വാസുവിനെ. അമ്മേ? കർണൻ അലറും പോലെ വിളിച്ചു. അതെടാ, ഓ മരിക്കാൻ പാടില്ല. ചെയ്തതിനെക്കുറിച്ചൊക്കെ ഓർത്തോർത്ത് ഈ ജീവിതം മുഴുവൻ അഴുകിപ്പഴുത്ത് ശവം പോലെ വേണം അവൻ ജീവിക്കാൻ. ഒറ്റയടിക്കുള്ള മരണത്തിനേക്കാൾ അതല്ലേ ഓന് സമ്മാനിക്കേണ്ടത്. ശക്തിയുടെ കണ്ണുകൾ വിടർന്നു. കർണൻ്റെ അമ്മ പറയുന്നത്, ഓനെ പോലീസ് കൊണ്ടുപോയിക്കോട്ടെ, അത് ഏറ്റവും അവസാനം മാത്രം. അതിനു മുമ്പ് നിങ്ങൾ 2 ആൾക്കും മാത്രമുള്ളതാ. എന്താ? മാധവിയുടെ വാക്കുകൾക്ക് തീ പിടിച്ചു തുടങ്ങി. ഓരോ അടിയേൽക്കുമ്പോഴും ഓൻ നിങ്ങളുടെ അച്ഛന്മാരെ ഓർക്കണം. ഓൻ്റെ കൈകൊണ്ട് മരിക്കുകയും അംഗവൈകല്യം സംഭവിച്ചവരെയും കുറിച്ചോർത്ത് വിലപിക്കണം. എന്താ മനസ്സിലായി? കർണനും ശക്തിധരനും തലയാട്ടി. എങ്കിൽ പോയിക്കോ. ജാനകിയും ഹൃദയും വിശ്വസിക്കാനാവാതെ മാധവിയെ നോക്കി. കല്ലുണ്ടുകൊണ്ടുണ്ടാക്കിയ ഒരു അമ്മയാണതെന്ന് അവർക്ക് തോന്നി. കർണൻ്റെ സെൽഫോണിൽ അപ്പോൾ തന്നെ സുരേഷിനെ വിളിച്ചു. കുഞ്ഞമ്പൂവിനെയും കൂട്ടി എത്രയും വേഗം ശക്തിയുടെ വീട്ടിലെത്താൻ ഉപദേശിച്ചു. സൂക്ഷിക്കണം മോനെ. ജാനകിക്ക് പേടി മാറുന്നില്ല. ശക്തി ചിരിച്ചു. ഈ അമ്മയുടെ ഒരു കാര്യം, ഇത്രയും കാലം ആർജിച്ചു വെച്ച മുഴുവൻ കരുത്തുമായല്ലേ ഞാൻ പോകുന്നത്. പോരെങ്കിൽ കൂടെയുള്ളത് ആരാ? ഹൃദയ കർണനെ തന്നെ നോക്കി നിന്നു. യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു സർവ്വസൈനാധിപൻ്റെ ഭാവമാണ് അവനെന്ന് അവൾക്ക് തോന്നി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പടിക്കൽ ജീപ്പെത്തി. കർണനും ശക്തിയും വേഗം ചെന്ന് അതിൽ കയറി. എന്താടാ പെട്ടെന്ന്? കുഞ്ഞമ്പ് ചോദിച്ചു. പറയാം. ശക്തി പറഞ്ഞ വഴിയിലൂടെ ജീപ്പ് ഓടിക്കൊണ്ടിരുന്നു. അതിനിടെ കർണൻ കാര്യം വിശദീകരിച്ചു. അവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ നീങ്ങണമെന്ന്.
സുരേഷേ, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിലുണ്ടല്ലോ അല്ലേ? ഉണ്ട്. കർണൻ എന്ന് പറഞ്ഞെങ്കിലും എനിക്കൊരു സൂചന തോന്നിയിരുന്നു. കർണൻ ഒരു വളവ് തിരിയുന്നതിനിടയിൽ പറഞ്ഞു. നന്നായി. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരകത്തുണ്ടെന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ നമ്മൾ ആക്രമിക്കാവൂ. കർണൻ വിശദീകരിച്ചു. മിക്കവാറും ആ വീടിന് പുറത്തേക്ക് 2 വാതിലുകളാവും ഉണ്ടാവുക. ഒരേ സമയത്ത് നമ്മൾ 2 വാതിലുകളും തകർത്ത് അകത്ത് കിടക്കണം. എന്താണ് സംഭവിച്ചതെന്ന് അറിയും മുമ്പ് കണ്ടൽവാസവും നീരാളിപ്പരവും നമ്മുടെ പിടിയിൽ ആയിക്കഴിഞ്ഞിരിക്കണം. ജീപ്പ് അല്പനേരം കൂടി ഓടി. കവുങ്ങും വാഴയും നിറഞ്ഞ ആ തോട്ടത്തിനടുത്തടുത്തും കർണൻ സുരേഷിൻ്റെ തോളിൽ തട്ടി. ജീപ്പ് അത്ര വേഗം ആരും കാണാത്ത വിധത്തിൽ ഇവിടെയെങ്ങാനും നിർത്തിയാൽ മതി. സുരേഷ് ആക്സിലേറ്ററിൽ നിന്നും കാലെടുത്തു. പിന്നെ ഹെഡ്ലൈറ്റ് ഡിം ചെയ്ത് വാഴകൾക്കിടയിലൂടെ ഇറക്കി നിർത്തി. അവർ പുറത്തേക്കിറങ്ങി. ഇപ്പോൾ നിലാവിൻ്റെ ചെറിയ വെളിച്ചമുണ്ട്. മഞ്ഞിൽ നിറഞ്ഞ വാഴയിലകൾ വെള്ളി പോലെ തിളങ്ങി. സുരേഷ് ജീപ്പിൽ നിന്നും ആയുധങ്ങളെടുത്ത് ഓരോരുത്തർക്ക് നൽകി. തുറന്ന ചെറിയ റോഡിലൂടെ അവർ മുന്നോട്ട് നീങ്ങി. കാറ്റ് വീശി. ചരൽ പോലെ മഞ്ഞിൻ തുള്ളികൾ അവർക്ക് മേൽ ചിതറി വീണു. ഇത്തവണ കണ്ടൽവാസു രക്ഷപ്പെടരുത്. കർണൻ കൊടുവാൾ പിടിയിൽ ഒന്നുകൂടി വിരലുകൾ മുറുക്കിക്കൊണ്ട് മന്ത്രിക്കും പോലെ പറഞ്ഞു. ഇല്ല, മറ്റുള്ളവർ പ്രതിവദിച്ചു. അല്പം മുന്നിലെ അവരൊരു കൊച്ചു കെട്ടിടം കണ്ടു. കർണൻ നിന്നു. മറ്റുള്ളവരും. ഇന്നോവ കാണുന്നില്ല. ധർമ്മടൻ ശിവൻ മടങ്ങിയിരിക്കും. ശക്തിധരൻ മന്ത്രിച്ചു. കർണനൊന്ന് മൂളി. അവർ 4 പേരും വാഴകളുടെ നിഴലിലൂടെ മുറ്റത്തെത്തി. കർണൻ ശക്തിയെ തോണ്ടി. അവനും കുഞ്ഞമ്പും വീടിൻ്റെ പിന്നിലേക്ക് പോയി. നിമിഷങ്ങൾ കഴിഞ്ഞു വീണു. പെട്ടെന്ന് അന്തരീക്ഷത്തെ നടുക്കിക്കൊണ്ട് ഒരു സ്ഫോടനമായിരുന്നു. ഒരു തീഗോളം ആകാശത്തേക്ക് ഉയർന്നു പോകുന്നത് പോലെ. അധ്യായം 21. സുരേഷ, വേഗം വാ, വിളിച്ചു പറഞ്ഞുകൊണ്ട് കർണൻ വീടിൻ്റെ പിൻഭാഗത്തേക്ക് പാഞ്ഞു. തൊട്ടുപിന്നാലെ സുരേഷും. കത്തിയേരുന്ന വീടിൻ്റെ വെളിച്ചത്തിലെ ചുറ്റുപാടുള്ള ദൃശ്യങ്ങൾ പകൽ പോലെ വെളിച്ചമായിരുന്നു. അവർ പിൻഭാഗത്തെത്തുമ്പോൾ തീ പിടിച്ച ഒരു മനുഷ്യനെ കണ്ടു. കുഞ്ഞമ്പു! ഹൃദയം വിണ്ടുകീറിയതുപോലെ കർണൻ അലറി. അതിനിടെ ശക്തിധരൻ അവൻ്റെ മുണ്ട് വലിച്ചെടുത്ത് ഷർട്ടിൻ്റെ ബട്ടണുകൾ എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. കഴിയുന്നില്ല. ഒറ്റക്കുതിപ്പിന് കർണൻ അവൻ്റെ അടുത്തെത്തി. തീ വകവയ്ക്കാതെ അവൻ്റെ ഷർട്ട് വലിച്ചു കീറി. സാരമില്ലടാ കുഞ്ഞമ്പു, കർണൻ അവിടെ ആശ്വസിപ്പിച്ചു. കത്തിക്കരിഞ്ഞ തലമുടിയുടെ ഗന്ധം. കുഞ്ഞമ്പുവിൻ്റെ ഒരു ഭാഗത്ത് മുടി കരിഞ്ഞു പോയിരിക്കുന്നു. മുറ്റത്തൊരു പൈപ്പ് കണ്ടു. സുരേഷ് ഓടിച്ചെന്നത് തുറന്നു നോക്കി. വെള്ളമില്ല. തീ പിടിച്ച വസ്ത്രങ്ങൾ മാറ്റിയതോടെ കുഞ്ഞമ്പു ധൈര്യവാനായി. സാരല്ല, അങ്ങിത്തിരി നീറ്റിലുണ്ട്, അത്രയല്ലോ. അവൻ ചിരിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് ശക്തിധരം കണ്ടു. ഒരു കിണർ. വാടാ. കുഞ്ഞമ്പുവിനെയും പിടിച്ചുകൊണ്ട് അവർ കിണറ്റിൻകരയിലേക്ക് ഓടി. ഭാഗ്യം, തൊട്ടിയും കയറും അതിനടുത്തുണ്ടായിരുന്നു. കർണൻ വേഗം തൊട്ടിയെടുത്തു. കിണറ്റിലേക്കിട്ടു. കയറിൻ്റെ അഗ്രത്തിൽ പിടിച്ചുകൊണ്ട് തൊട്ടി വെള്ളത്തിൽ ചെന്ന് വീഴുന്ന ശബ്ദം. കർണൻ സുരേഷും ഒന്നിച്ചു വലിച്ച് കയർ വലിച്ചു. പിന്നെ വെള്ളം കുഞ്ഞമ്പൻ്റെ തലവഴി ഒഴിച്ചു. 4-5 തവണ. മതിയടാ. കുഞ്ഞമ്പു കൈയുയർത്തി. എനിക്കൊന്നുമില്ല. കത്തിക്കൊണ്ടിരിക്കുന്ന വീടിൻ്റെ മേൽക്കൂര പെട്ടെന്ന് നിലംപൊത്തി. തീപ്പൊരികൾ ചിതറി. തീ ഒന്നുകൂടി ആളിക്കത്തി. കഴിവേറികൾ. നമ്മൾ വരുന്നത് അവരറിഞ്ഞിരുന്നു. കർണൻ പല്ലുകൾ കടിച്ചു പിടിച്ചു. ഇനി നമ്മളിവിടെ നിൽക്കാതിരിക്കുന്നല്ലേ കർണാപുതി? ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് നമ്മളെ കണ്ട വീടിന് തീ വെച്ച് നമ്മളാണെന്ന് കരുതില്ലേ? ശരിയാണ്, നമുക്ക് പോയേക്കാം. കർണൻ സമ്മതിച്ചു. വാഴത്തൊപ്പിലൂടെ അവർ ജീപ്പ് കിടന്നിരുന്ന ഭാഗത്തേക്ക് കടന്നു. അതിനിടെ കർണൻ കുഞ്ഞമ്പനോട് തിരക്കി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലടാ. പിന്നെന്തിനാ നീ അലറി വിളിച്ചത്? അത് പിന്നെ പെട്ടെന്ന് തുണിക്ക് തീ പിടിച്ച ആരായാലും നിലവിളിച്ചു പോകത്തില്ലേ? അവൻ ജാള്യതയോടെ മറുപടി പറഞ്ഞു. എങ്ങനെയാ തീ പിടിച്ചത്? സുരേഷ് ചോദിച്ചു. പൊട്ടിത്തെറിയുണ്ടായപ്പോൾ പടർന്നാളെ തീനാളത്തിൽ നിന്നും ഞാനും ശക്തിയും പിന്നോട്ട് മാറിയതാ. പക്ഷെ അതിനിടെ എൻ്റെ തുണിയിൽ തീ പിടിച്ചിരുന്നു. കത്തുന്ന വീട്ടിലേക്ക് നോക്കി നിന്നത് കാരണം തുണി കത്തിയത് അറിഞ്ഞില്ല. എന്നാലും കണ്ടൽവാസു രക്ഷപ്പെട്ടു കളഞ്ഞല്ലോ. ശക്തിധരന് അത് ഓർക്കുമ്പോഴാണ് സങ്കടം. സാരമില്ല, ഓൻ ഇനിയും നമ്മുടെ വലയിൽ തന്നെ വന്നു വീഴും. അന്ന് തീർക്കാൻ കണക്ക്. കർണൻ അവനെ സാന്ത്വനിപ്പിച്ചു. അവർ ജീപ്പിനടുത്തെത്തി. ഇരുട്ടിനെ മറയാക്കി കണ്ടൽവാസവും നീരാളിപ്പുരവും കുറേ അകലെ നിൽക്കുന്നുണ്ടായിരുന്നു. പട്ടികൾ. വീടിനുള്ളിൽ കയറും മുമ്പ് ബോംബ് പൊട്ടിയത് അഭിനയത്. കണ്ടൽവാസവും മന്ത്രിച്ചു. ഒരാഴ്ച കഴിഞ്ഞു. കർണൻ അബ്ദുള്ളയുടെ പീടികയിലിരിക്കുകയായിരുന്നു. പെട്ടെന്ന് സുരേഷ് അങ്ങോട്ട് വന്നു. നേരം സന്ധ്യയാകുന്നു. കർണ, ബാലേട്ടൻ്റെയും ശശാങ്കൻ്റെയും സഖാവിൻ്റെയും റിമാൻഡ് കാലാവധി മറ്റന്നാളെ തീരും. അടുത്ത ദിവസം അവരെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജാമ്യം കിട്ടുമെന്നാണ് കേട്ടത്. സുരേഷ് അവൻ്റെ അടുത്ത ബെഞ്ചിലിരുന്നു. ജാമ്യം കിട്ടി പുറത്തു വരട്ടെ. കർണൻ ചിരിച്ചു.
എന്നും അവർക്കങ്ങനെ അകത്ത് കിടക്കാൻ പറ്റുമോ? പുറത്തു വന്ന് അവർ ജനങ്ങളെ അഭിമുഖീകരിക്കട്ടെ. അല്ല അബ്ദുക്ക. ചായ എടുത്തുകൊണ്ടിരുന്ന അബ്ദുക്ക തിരിഞ്ഞു നോക്കി. ഓനൊക്കെ ഇങ്ങോട്ട് വരട്ടെ കർണ. എനിക്ക് മുഖത്ത് നോക്കിയിട്ട് 2 വർത്തമാനം പറയാനുണ്ടെന്നേ. ഞാനറിയാതെ എൻ്റെ പേരിൽ ലോൺ എടുത്തതിന്. കർണൻ മറുപടി പറഞ്ഞില്ല. അബ്ദുള്ളയെ പോലെ അവരെ കാത്തിരിക്കുന്നവർ ഒരുപാടുണ്ട്. പാർട്ടിയുടെ മറവിൽ കാണിച്ചു കൂട്ടിയ നാരിത്തരങ്ങൾക്ക് അവർ മറുപടി പറയട്ടെ എന്ന് പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ സുരേഷ് പറഞ്ഞു. കൂറ്റേരി മുരുകൻ ആശുപത്രിയിൽ നിന്നും വന്നു. എപ്പോ? കർണൻ അവൻ്റെ കണ്ണുകൾ വികസിച്ചു. ഉച്ച കഴിഞ്ഞിട്ട്. കർണൻ ഓർത്തു. ഒറ്റയനെപ്പോലെ മടിച്ചു നടന്നിരുന്നവൻ, 2 കൈയുമില്ലാത്തവൻ. ഓൻ്റെ അവസ്ഥ ഇനി എന്തായിരിക്കും? പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട് ഓൺ സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈം.